ശ്രീനാഥിനെ പറ്റി പറയുമ്പോ എന്താ പറയുന്നത്? നല്ലത് പറയണം കേട്ടോ, ചീത്ത പറയല്ലേ. കല്യാണാണ് പറയാം. ഞാനെന്ത് പറയാനാ, നല്ലൊരു കുട്ടിയാണ്. ഹലോ ഹലോ മെടുക്കനാണ്. പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. പാകലവോ ഗെറ്റിംഗ് മാരീഡ്. ശ്രീനാഥനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു കെട്ടണ്ട കെട്ടണ്ട കെട്ടണ്ട, പക്ഷെ അവൻ കെട്ടി. വെടിക്കെട്ടിന് വെച്ചിട്ടുണ്ട്. ശ്രീനാഥനോട് പറഞ്ഞോ ഓടണ്ടാന്ന്. കുറച്ച് മെച്ചൂരിറ്റി കുറവാണെങ്കിലും അവന് വളരെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മള് വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ദിവസം എത്തി. വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു വർഷമാണ് ഇപ്പോൾ ശ്രീനാഥായിട്ട് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ കാര്യങ്ങളും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്, ഒരു വർഷത്തെ പരിചയമുള്ള പോലെയാണ് നമുക്ക് ശ്രീനാഥിന്റെ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ കല്യാണം എന്താണ് ഇവരെ തീരാത്തത് എന്നൊരു അല്ല. ഇപ്പൊ രാഖി ലൈക്ക് ഒബ്വിയസ്ലി ഫാമിലിയില് ഒരു 5th മെമ്പറായി. ഞങ്ങൾ ഇത്രയും നാളൊരു 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ ഒരു പുതിയ ഒരാള്, പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര ലൈക്ക് ഇപ്പൊ ഇത്രയും നാള് എനിക്ക് മനസ്സിലായത് ആള് കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഫാമിലിയിലോട്ട് ഫിറ്റ് ആവുന്ന ഒരാളാണ്. ഇപ്പൊ ഞങ്ങളുടെ കസിൻസിന്റെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ഭയങ്കര ജോളി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് രാഖി. ഗ്രൂമ ഒരുമാതിരി വൈബ് മനുഷ്യനാണ്. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുള്ളി വാ തുറന്നു കഴിഞ്ഞാൽ നമ്മള് നമ്മളിപ്പോ കല്യാണത്തിൻ്റെതായിട്ടുള്ള ടെൻഷനിൽ പുള്ളി എന്തോ എന്താ പറഞ്ഞു തന്നെ ഓർമ്മയില്ല. ആ ഒരൊറ്റ ഡയലോഗില് നമ്മുടെ വൈബിൽ അവിടെ പറഞ്ഞു. അത്രയും വൈബ് മനുഷ്യനാണ്. മാട്രിമോണിയിൽ കയറി ഞാൻ വളരെ റിജക്ഷൻസ്, കുറെ മൂഞ്ചൽസ്, അങ്ങനെ കുറെ സംഭവം കഴിഞ്ഞിട്ടാണ് അവസാനം 2025 നവംബറിൽ രാത്രിയെ കണ്ടുകൊണ്ടിരുന്നത്. 24 നവംബർ 24 നവംബർ അപ്പൊ 24 നവംബർ. അപ്പൊ പിന്നെ അത് ഒരു ഇങ്ങനെ നല്ലൊരു മൊമെന്റ് ഓഫ് മൈ ലൈഫ് സമ്മാനിച്ചതിന് രാശിക്ക് താങ്ക് യു സോ മച്ച്. ലവ് യു. തെറ്റുകൾ തിരുത്തുന്ന ഒരു സുഹൃത്ത് പ്ലസ് പാർട്ട്ണർ